ഹലോ. അപ്പോൾ വർഷങ്ങൾ കൊണ്ട് സക്സസ്സായ എൻ്റെ ചിക്കൻ ബിരിയാണിക്ക് ശേഷം ഇവിടെ അവതരിപ്പിക്കുന്നു പ്രോൺസ് ബിരിയാണി. ഈ ചിക്കൻ ബിരിയാണിക്ക് ഞാനൊരു ചുരുങ്ങിയ സമയം കൊണ്ട് അത്യാവശ്യം ഒരു നല്ല ഫാൻ ബേസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ നമുക്ക് പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാം. പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പ്രോൺസ് എടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകി വൃത്തിയാക്കി അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അതിവിടുന്ന് സെറ്റാകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 ഗ്ലാസ് അരി ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി നല്ലപോലെ ഡ്രെയിൻ ചെയ്തെടുത്ത് അതിനുശേഷം ഒരു പാനിൽ കുറച്ച് നെയ്യും കുറച്ച് ഏലക്ക, പട്ട, ഗ്രാമ്പൂ, പിന്നെ ഒരു 2 ബേ ലീവ്സും ഒക്കെ ഇട്ടു ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിയും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. ആ നെയ്യിൽ കിടത്ത അരി ഒന്ന് നല്ലപോലെ ഇതായി വരട്ടെ. എന്നിട്ട് ഇവിടെ ജീരകശാല റൈസ് എടുത്തേക്കുന്നത്. അതിൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ അരി വേവുന്ന സമയം കൊണ്ട് ഞാൻ ഈ പ്രോൺസ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ടി വി ഒക്കെ കാണുന്നുണ്ട്. പിന്നെ നമുക്കിനി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി ഒന്ന് വഴറ്റി അതിനകത്ത് ജിഞ്ചർ ഗാർലിക്കും പിന്നെ ചില്ലി പേസ്റ്റും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചു. അതിനുശേഷം പൊടികളെല്ലാം ഇട്ട് കൊടുക്കുന്നു. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ ബിരിയാണി മസാലയും കൂടെയാണ് ഇവിടെ നിന്ന് ഇടുന്നത്. ഇതെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് തക്കാളി ഇട്ട് ഒന്ന് നല്ലപോലെ വെന്ത് വരുമ്പോൾ പ്രോൺസും ഇട്ട് ഇളക്കി മിക്സ് ചെയ്ത് മസാല റെഡിയാക്കി. പിന്നെ അതിന് ശേഷം ഞാൻ ഇതൊന്ന് ദം ചെയ്തെടുക്കുന്നുണ്ട്. ദം ചെയ്യാൻ വേണ്ടിയിട്ടൊരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കുറച്ച് ആ മസാല കുറച്ചിട്ട് റൈസും പിന്നെ ഈ ഫ്രൈഡ് ഓണിയനും കുറച്ച് കിസ്മിസും കാഷ്നട്ടും ഒക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് മല്ലിയിലയും പുതിനയിലയൊക്കെ ഇട്ട് കുറച്ച് കളറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ദം ചെയ്തെടുത്തിട്ടുണ്ട് ഒരു 10 മിനിറ്റ് വെച്ചിട്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട്. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, വലിയ തിരക്കേടില്ലാത്തൊരു ബിരിയാണി ആയിരുന്നു എന്നാണ് കഴിച്ചവരൊക്കെ പറഞ്ഞത്.